ഏത് ഇയർ ആണോ? സെക്കൻഡ് ഇയർ. പേരെന്താണ്? ആമിന ഫൈഹ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? യൂണിവേഴ്സിറ്റി അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഡെയിലി ക്ലാസ് ഉണ്ട്. സാറ്റർഡേ സൺഡേ ഇപ്പോൾ ലീവാണ്, കാരണം നമ്മൾ സെക്കൻഡ് ഇയർ എത്തി. സാറ്റർഡേ അല്ലേ? അതെ, ഞാനവിടെ ഡീൻ ഓഫീസ് വന്നു. നമ്മൾ ആബ്സെൻസ് ക്ലിയർ ചെയ്യാൻ വരും. അതേപോലെ നമുക്കിപ്പോൾ എക്സാം അതിനെന്തെങ്കിലും നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഡീൻ ഓഫീസ് വന്നാൽ മതി. വേറെ ഒരാളെ ഹെൽപ്പ് കൂടെ ചോദിക്കേണ്ട, അതാണ് ഏറ്റവും നല്ലത്. അവരെന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ട്യൂട്ടർ ഉണ്ടാവും, പുള്ളിക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കി തരും. അത് പിന്നെ സീനിയേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യും. ഒരാളെ ഹെൽപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഡീൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ക്ലാസ് ഇപ്പോൾ നമുക്കിവിടെ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട്, അത് നമുക്കൊരു ബെനിഫിറ്റ്. കാരണം മലയാളീസ് അവർക്ക് ഇംഗ്ലീഷ് അറിയാം. ഇപ്പോൾ ഇവിടുത്തെ ഉസ്ബെക്ക് ടീച്ചേഴ്സിന് ഇവിടെ ഇംഗ്ലീഷ് അറിയാം, അത് അടിപൊളിയാണ്. പിന്നെ നമ്മൾ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 4 hour ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് ഉള്ളത്. അതിൽ നമ്മൾ ആബ്സെന്റ് ആയി വന്നു കഴിഞ്ഞാൽ 4 hours പോകും. ഒരു ക്ലാസ്സിൽ 4 മണിക്കൂറാണ്. അതെ, രണ്ടും. അതായത് 2 hours, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു 30 minutes ബ്രേക്ക് ഉണ്ടാവും, പിന്നെ 2 hours. അങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് എടുക്കുക. പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ ഡെയിലി വൈവ ഉണ്ടാവും. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഉണ്ടാവും. എക്സാം നമുക്ക് അടുപ്പിച്ചാവില്ല, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഗ്യാപ്പ് എന്തായാലും തന്നിട്ട് ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രൈഡേ ആയിരുന്നു, അതായത് ഇന്നലെ ആയിരുന്നു ഹിസ്റ്റോളജിൻ്റെ എക്സാം. അപ്പോൾ അത് എനിക്ക് എഴുതാൻ പറ്റില്ല, കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്കത് മറ്റന്നാൾ എഴുതാം. അതിനാണ് ഞാൻ ഇന്ന് ഡീൻ ഓഫീസ് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടുത്തെ ഫാക്കൽറ്റി, ഇപ്പോൾ നമ്മളെ ഇന്ത്യൻ ടീച്ചേഴ്സിനെ എല്ലാവരെയും നമ്മൾ സംസാരിച്ചാകും. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് പഠിക്കണം കാര്യങ്ങളൊക്കെ. പക്ഷേ പഠിക്കേണ്ട ഉത്തരവാദിത്തം സ്റ്റുഡൻസിനാണ്. നിങ്ങൾക്ക് തന്നെയാണ് പഠിക്കും. ഇവിടെ നമുക്ക് പഠിത്തവും കൊണ്ടുപോകാം, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നാണല്ലോ വരുന്നത് എന്ന് വിചാരിച്ച് നമുക്കിവിടെ നമ്മൾ എന്താ പറയുക വിട്ടുപോകാനുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. നമുക്ക് നമ്മളൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ നടക്കുന്ന എത്ര മോശപ്പെട്ട ആളാണെങ്കിലും എവിടെയല്ല അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ സ്ഥലം അടിപൊളിയാണ്, കണ്ടവർക്ക് മനസ്സിലാവും. അതെ, ആമിർ തൈമൂറിന്റെ ഒക്കെ അതേമാതിരി നമ്മളെ മുഗൾ ഭരണമൊക്കെ നമ്മുടെ നാട്ടിലെ മുഗൾ എംപയർ ഒക്കെ വന്നത് അതിന്റെ ഒറിജിൻ ആക്ച്വലി ഇവിടെ ആമിർ തൈമൂർ, ബാബർ, അവർക്കൊക്കെ ഭയങ്കര കാര്യമാണ്. അത് ആമിർ തൈമൂറിന്റെ ഇതുള്ള എവിടെയാ. പിന്നെ നമ്മൾ ഇവിടെ ഹിസ്റ്ററി ഓഫ് ഉസ്ബെക്കിൽ അതൊക്കെ പഠിക്കുന്നുണ്ട് ഇവിടുത്തെ. അതെ, നമ്മളിപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ SSMUന്റെ ഹിസ്റ്ററിയുടെ ഒരു പ്ലേസ് നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു ഏരിയ മൊത്തം ഇവരുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാർട്ടിങ് മുതൽ ലൈക്ക് എൻഡിങ് ഇപ്പോൾ കറൻറ്റ്ലി അല്ല, ഇതെല്ലാം പുതിയ ഇൻഫ്രാസ്ട്രക്ചർ. ഇത് എനിക്ക് 2021 ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ വന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു? വരുന്നതിന് മുന്നേ എൻ്റെ ഫാമിലി ഇത് കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എൻ്റെ ഫാമിലി മീൻസ് അവർ ഇവിടെ കാണാനായിട്ട് ട്രിപ്പിനായിട്ട് വന്നതാണ്. അപ്പോൾ കണ്ടവർ പറഞ്ഞ് ഉസ്ബെക്ക് അടിപൊളിയാണ്. പിന്നെ നമ്മൾ അന്ന് യൂണിവേഴ്സിറ്റിനെ പറ്റി നോക്കിയില്ലേനു. പിന്നെ യൂണിവേഴ്സിറ്റി നമ്മളിത് ഇവിടെ നോക്കിയപ്പോൾ നമുക്കിവിടെ സീനിയേഴ്സ് കുറേ മലയാളീസും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കോൺടാക്ട് നമ്പർ നമുക്ക് തന്നെ നമ്മൾ അവരോട് സംസാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അതെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കും MBBS അഡ്മിഷൻ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ഏത് യൂണിവേഴ്സിറ്റിയിലോട്ട് നോക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഇവരെ പോലെയുള്ള കുറേ കോൺടാക്ട്സ് നമുക്ക് ഷെയർ ചെയ്യാം. ഇവരുടെ ജെന്യൂൻ, കാരണം ജെന്യൂൻ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴേക്കും ഇവർ അല്ലാതെ നമ്മൾ ജെന്യൂനായിട്ട് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനായിരുന്ന ആ സ്ഥാനത്തിൽ നമുക്ക് വിഷമമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ എന്താണ് SSMUനെ പറ്റി പറയാനുള്ളത്? SSMU ഈ ഉസ്ബെക്കിൽ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും എൻ്റെ താഷ്കെൻഡിലും ബുഹാരയിലൊക്കെ നമുക്കറിയുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഒരു ഓൾ ഇൻ ഓൾ കോമ്പിനേഷൻ. അതെ, പിന്നെ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഷ്കെൻഡിലുള്ള ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും, ബുഹാരയിലുള്ളവരുണ്ടാവും, കണക്റ്റഡ് ആവും. പിന്നെ ഇവിടെ നമുക്ക് എല്ലാ ഫെസ്റ്റിവൽസും ഉണ്ട്, ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഒക്കെ ഉണ്ട്. മലയാളീസിന് മലയാളി പ്രോഗ്രാംസ് ഉണ്ട്, ഇഫ്താർ, വിഷു, പിന്നെ നമ്മളെല്ലാം ചെയ്യും. നമ്മൾ ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മളെല്ലാത്തിനും ഉണ്ട്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇവിടുന്ന് ഗ്രാജുവേറ്റഡ് ആയിട്ട് നമുക്ക് പുറത്തു പോയി ജോബ് ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പുറത്തേക്ക് നോക്കാനാണ്. അപ്പം അതിനും ഒരു ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഈ യൂണിവേഴ്സിറ്റിയല്ല, ഇവിടെയുള്ള ഉസ്ബെക്കിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും എല്ലാവിധ അക്രഡേഷൻസ് ഉണ്ട്. അപ്പോൾ വൺസ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെ, അതാണ് മെയിൻ ഓപ്ഷൻ നല്ലത്. കാരണം ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണം. റഷ്യനൊക്കെ എങ്ങനെയുണ്ട്? റഷ്യനേക്കാളും ഉസ്ബെക്കാണ് നമുക്കിവിടെ പഠിപ്പിച്ചത്. അപ്പോൾ ഉസ്ബെക്ക് കുറച്ചറിയാം. സെക്കൻഡ് ഇയർ അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ പഠിച്ചു. ഇപ്പൊ ഇനി അനാട്ടമി എക്സാം ഒക്കെ നടക്കാൻ പോകണല്ലോ.
ഇപ്പോൾ എക്സാം തുടങ്ങി നമുക്ക് ഡിസംബർ ആയില്ലേ, ഡിസംബറിൽ എക്സാം തുടങ്ങി, നമുക്ക് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. എന്നായിരിക്കും എക്സാംസ് ഒക്കെ? എക്സാം CBT കമ്പ്യൂട്ടർ ബേസ്ഡ് അത് ജനുവരി 1 മുതൽ തുടങ്ങും. പിന്നെ എല്ലാ എക്സാമിൻ്റെ ഉള്ളിലും ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ സുഖമാണ്. എക്സാംസിന് ഓരോ പാറ്റേൺ ഉണ്ടല്ലോ, ഓരോ മൊഡ്യൂൾ ആയിട്ടാണ് തരുന്നത്. മൊഡ്യൂൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റ് കഴിയുമ്പോൾ നമ്മൾ ഒരു ടോപ്പിക് കഴിയുമ്പോൾ ആ ടോപ്പിക്കിൻ്റെ മൊഡ്യൂൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ക്ലാസ്സിൽ. ചെയ്യിപ്പിക്കുന്നിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒക്കെ ഫുൾ ഓവറോളാണ് ലാസ്റ്റ് വരുന്നത് CBT നമ്മൾ ഇവിടെ വന്നിട്ട് ആണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നമുക്ക് 60 above 50 above പാസ്സാണ്. അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കയറിയായിരുന്നു? ഹോസ്പിറ്റലിൽ നമുക്ക് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് റിപ്പബ്ലിക്കൻ ഹോസ്പിറ്റൽ, അത് അപ്സ്കില. മെയിൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ? അല്ല, ഇത് ക്യാമ്പസ് ആണ്. ഹോസ്പിറ്റലിൽ ക്യാമ്പസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് നമുക്ക് സർജറി കാണാൻ പറ്റും. നമ്മൾ സ്ക്രബ് ഇട്ടുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സർജറി കാണണം, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ കയറ്റും നമ്മൾ. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ ഹോസ്പിറ്റലായിട്ട് ഒരു കണക്ഷൻ വേണം. അതിപ്പോൾ ഇവിടെ വന്നാലും അതെ, നാട്ടിൽ വെക്കേഷൻ ഒക്കെ പോകാറുണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. നമ്മൾ പോയി ചെയ്യണം അത്, അല്ലാണ്ട് നമ്മൾ ഫേക്ക് ആയിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 മാസമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ 1.5 മാസം ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആ ഹോസ്പിറ്റലിൽ എനിക്ക് അറിയുന്ന ഡോക്ടേഴ്സിൻ്റെ അങ്കിളും അവരൊക്കെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോവാം, കഴിയുന്നതും അത് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോവാം. എൻ്റെ ഒരു സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും പരിചയപ്പെടുക. നമുക്കുണ്ടല്ലോ ഒരു ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഇതാവുമ്പോൾ അവരവിടെ ഉണ്ടാവും. പിന്നെ ഒരാളെ യൂസ് ചെയ്യാണ്ടിരിക്കുക, മീൻസ് അതിന് മാത്രം ഉപയോഗിക്കാണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ നാട്ടിൽ ചെയ്ത ഇൻറ്റേൺഷിപ്പ് ഡോക്ടേഴ്സിനൊക്കെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു ഹായ് ഹവറിയും അത് മതി. പിന്നെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ അനാട്ടമി ആണെങ്കിലും ഓർത്തോയിലെ ഞാൻ പോയപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ഡോക്ടർ ഉണ്ടായിരുന്നു. കാരണം അനാട്ടമി ഞാൻ പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഓർത്തോയിലൊക്കെ ഇരിക്കുമ്പോൾ അവർ ഓരോ ഫ്രാക്ചറായിട്ട് വന്നതിന് ഞാൻ ചോദിക്കും, ഇതെന്താ സർജറി ഇത് ചെയ്യണം എന്നുള്ളതും, പിന്നെ എന്താ ജസ്റ്റ് അത് സർജറി വേണ്ടാന്ന് വെച്ചാൽ എന്താ, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കും. ഇഷ്ടം പോലെ ചോദ്യം ചോദിക്കുന്ന ആളാണ്. ശരിക്കും ചോദ്യം ചോദിച്ച് നമ്മൾ പഠിക്കുള്ളൂ. കാരണം കുറെ നമ്മൾ ആദ്യം പൊട്ടത്തരമായിരിക്കും പറയണത്. പക്ഷെ തെറ്റിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോഴേ തെറ്റ് മനസ്സിലാക്കി പഠിച്ചു പോയാൽ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് തെറ്റ് ആവർത്തിക്കാതെ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ അനാട്ടമി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എക്സ്റേ ഇതൊക്കെ അവർ ഫോട്ടോ അയച്ചിരും. അപ്പം നമ്മളോട് തന്നെ ചോദിക്കും ഇതെന്താ. ആ സമയത്ത് അവർ ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് അനാട്ടമി സാർ ഗ്രൂപ്പിലിടും. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കും. ഇത് ഏത് ഫ്രാക്ചറാ, എന്താ ചെയ്യേണ്ടത്, ഏത്. പിന്നെ ഒരു ക്വസ്റ്റ്യനൊക്കെ വരുന്നത് എന്താ വെച്ചാൽ 40 year ആയ ഓൾഡ് വുമൺ, അങ്ങനെ പറഞ്ഞു തുടങ്ങും. അപ്പോൾ പിന്നെ പഠിക്കുന്നത് ഇവർ പറയണത് മാത്രമാണ് പഠിക്കണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇപ്പോൾ നമ്മൾ തുടങ്ങിയതുകൊണ്ട് ഇവർ കുറച്ച് PDF അയച്ചു തരും, നമ്മളത് നോക്കും. പിന്നെ ക്ലാസ് ഉണ്ട്, അതായത് ഇവിടെ സാർ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, മീൻസ് യൂട്യൂബായിട്ട് ഇവർ തന്നെ നമുക്ക് ലിങ്ക് അയച്ചു തരും. അത് കാണും, നോട്ട് ചെയ്തും ക്ലാസ്സിൽ പോകും. ശരി, അനാട്ടമി ബേസ് ഒക്കെ കേൾക്കണം ശരിക്കും. അത് റെഡിയാക്കി എടുക്കണം. ഇവിടുത്തെ സാറ് കുറച്ച് സ്ട്രിക്റ്റ്, അതുകൊണ്ട് എല്ലാവരും പാകിസ്ഥാനി ഞാൻ കണ്ടായിരുന്നു. പിന്നെ വേറെ എന്താണ് പറയുക, SSMUലോട്ട് വരാൻ പോകുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ MBBS പുറത്തേക്ക് അഡ്മിഷൻ നോക്കുന്ന സ്റ്റുഡൻസിന് എന്താ പറയുന്നത്? പുറത്ത് ഞാൻ കേട്ടിടത്തോളം പുറത്ത് പഠിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് കേട്ടിട്ടുള്ളത്. നാട്ടിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പറയാം. പിന്നെ പുറത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് തന്നെ വർക്ക് ചെയ്യുള്ളൂ, അത് അടിപൊളിയാണ്. പിന്നെ ഇവിടെ എനിക്ക് പേഴ്സണലി പുറത്ത് വന്ന് എല്ലാവരും, ഞാൻ മുന്നേ കുറേ നെഗറ്റീവ് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ നാട്ടിലെത്തും പുറത്ത് പഠിച്ച ഡോക്ടറല്ലേ എന്നുള്ള നെഗറ്റീവ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് മുന്നേ, ഞാൻ പഠിക്കുന്നതിന് മുന്നേ. പക്ഷേ അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മീൻസ് ഇവിടെ വന്ന് പഠിക്കുക, പിന്നെ ഇവിടെ പഠിക്കുന്ന അവിടെ പഠിക്കുന്നതൊക്കെ നമ്മൾ മെഡിസിൻ തന്നെയല്ലേ പഠിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ലല്ലോ. പിന്നെ അലോപ്പതിയുടെ ഉറവിടം തന്നെയാവും. പിന്നെ നമുക്ക് അവരെക്കാളും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഭാഷ മനസ്സിലാവും, കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. പിന്നെ നമ്മൾ എവിടെ കൊണ്ടായാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പഠിക്കും. ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയുള്ളൂ, എൻ്റെ പാരൻസിനെ വിട്ടെടുക്കുന്നത് എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ അവിടെ വന്ന് ഫുള്ള് ചില്ല, ഞാൻ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നുമില്ല. മീൻസ് ശരിക്കും പറഞ്ഞാൽ 18ാമത്തെ വയസ്സ് തൊട്ട് നമ്മൾ ഒന്ന് മാറി നിന്ന് എക്സ്പ്ലോർ അല്ല, ഒന്ന് മാറി നിന്ന് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് മാറി, നമ്മൾ ഇത്ര നാൾ നിന്ന സ്ഥലത്തുനിന്ന് മാറി വേറെ സിറ്റികൾ, അതിപ്പോൾ നാട്ടിൽ പഠിക്കുന്നവരായാലും വേറെ സ്ഥലം നോക്കി പഠിക്കാൻ നോക്കാം, വേറെ ഒന്നിനുമല്ല. എന്നാലും നമ്മൾ ജീവിതം പഠിക്കുള്ളൂ. ലൈക്ക് അങ്ങനെയാണ് നമ്മളെന്താണെന്ന് നമ്മൾ കണ്ടെത്തണ ഒരു ടൈമാണ് ഒരു 18, 25, 27 ഇടയിലുള്ള ടൈം. അപ്പോൾ ആ സമയത്ത് ഇപ്പം മെഡിസിൻ അല്ലെങ്കിൽ ഏത് സ്ട്രീമിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും എന്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവരായാലും
ഒന്ന് മാറി നിന്ന് പഠിക്കും. ഇപ്പം അതാണ് ഇപ്പം പുറത്ത് ഞാനൊക്കെ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് മാറി നമ്മളെല്ലാം പഠിക്കും. വേറെ എന്താണ് പിന്നെ പുറത്ത് പഠിക്കാന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കൾച്ചറും ഓരോ പുതിയ ആൾക്കാരെ പറ്റി ഒക്കെ നമ്മൾ പുതിയതായിട്ടാവണം. ലാംഗ്വേജ് തന്നെ പിന്നെ ഈ യങ്ങർ ഏജിൽ തന്നെ നമ്മളിതൊക്കെ ഒറ്റയ്ക്ക് നമ്മൾ ആ ഒരു എന്താ പറയുക അത്രയും ലഗേജൊക്കെ ആയിട്ട് നമ്മൾ വേറെ രാജ്യത്ത് കയറിയാണ്. ഞാൻ ഈ രാജ്യത്തൊന്നും എനിക്ക് ഇവിടെ ഒരാളെ അറിയില്ലായിരുന്നു. എയർപോർട്ടിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെട്ടത്. ഇപ്പം ഞാൻ നിൽക്കുന്നതൊക്കെ അവരൊക്കെ പരിചയപ്പെട്ടത് എയർപോർട്ടിൽ നിന്ന് അവരുണ്ട്. പിന്നെ അങ്ങനെ പരിചയപ്പെട്ടത്. അല്ലാണ്ട് എനിക്ക് ഓരോ വരുന്നതിന് മുന്നേ ഒരാളെ അറിഞ്ഞൂടാ, ഭാഷ അറിഞ്ഞൂടാ. ഇംഗ്ലീഷ് അറിയാം, നമ്മൾ പിന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും പോകാൻ പറ്റും. അതിപ്പോ എവിടെയായാലും ഇംഗ്ലീഷ് ഒരു ബേസ് ലാംഗ്വേജ് ആണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്? വേറെന്താ, പിന്നെ ഇവിടെ എക്സ്പെൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ള കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ കുറവായിട്ട് തന്നെ തോന്നിയുള്ളൂ. ഉസ്ബെക്ക് പിന്നെ ഫുഡാണെങ്കിലും ഇവരുടെ ഫുഡ് നമ്മളെ ഇപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കുറേ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഫുഡ് കിട്ടും. പിന്നെ വരുമ്പോൾ തന്നെ ഹോസ്റ്റൽ മെസ് അങ്ങനെയുള്ള അത് ഇന്ത്യൻ ഫുഡാണ്. പിന്നെ നമ്മൾ ഞാൻ ഇപ്പോൾ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. എനിക്ക് കുക്ക് ചെയ്യാറിനോട് എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവർ മാത്രം കുക്ക് ചെയ്ത് അവർ കഴിക്കുക അങ്ങനെയല്ല. അവർ കുക്ക് ചെയ്യുമ്പോൾ നമുക്കും കൂടി തരും. എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. അതെ, ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നത്. ഞാൻ ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ചായ ഒക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. ഇപ്പൊ പഠിച്ചു. അതെ, ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നോരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ എന്തൊക്കെയാണ് പറയാൻ അല്ലെങ്കിൽ ഒരു സജഷൻസ് ഉള്ളത് അമ്മയുടെ ഭാഗത്ത്? ഭാഗത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇതൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെ വന്ന് പഠിക്കുക. അത് വേറൊരു എക്സ്പീരിയൻസാണ്. അതിപ്പോൾ പഠിക്കാത്ത ഒരാളോട് മീൻസ് നാട്ടിൽ അതിൽ നിന്നുള്ള ഒരാളോട് പറഞ്ഞ് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എനിക്ക് നാട്ടിൽ തന്നെ പഠിച്ചാൽ മതി, നാട്ടിലാണ് അടിപൊളി. ഞാനൊക്കെ ഉമ്മാനോട് പറഞ്ഞത് 12 വർഷം ഇപ്പോൾ ഞാൻ നാട്ടിൽ പഠിച്ചില്ല. മീൻസ് LKG തൊട്ട് പ്ലസ് 2 വരെ നാട്ടിലായിരുന്നു. 14 വർഷം. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് അപ്പോൾ നാട്ടിലും അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് പഠിച്ചിട്ട് വരാം. പുറത്ത് പഠിക്കുന്ന പിന്നെ നമുക്ക് എല്ലാ നാട്ടിലുള്ള ആൾക്കാരെയും ഫ്രണ്ട്സായി കിട്ടും. പല സ്ഥലത്തു ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. അത് പിന്നെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോയതിന് നമുക്കും അടിപൊളിയാണ്. അതിപ്പോൾ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമ്മൾ ഓരോ ടൈം ഉണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ. അതെ, അപ്പോൾ ഇനിയും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് ഓരോ ആളുകളായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഓരോ കണക്ഷൻസ് ഒക്കെ വന്നത് ഓരോരുത്തരായിട്ട്. അതെ, പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുറത്ത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ലൈക്ക് ഏത് യൂണിവേഴ്സിറ്റി ആയാലും അവർ നോക്കി വേണം സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഫ്രോഡിങ് കുറേ നടക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞോട്ട് ഞാൻ വെച്ചിട്ട് പറയാം. മീൻസ് നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്. അതായത് അവർ ആദ്യം ക്യാഷ് വാങ്ങിയിട്ട് പിന്നെ അവർ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ജൂനിയേഴ്സിൻ്റെ ഒക്കെ കേട്ടിട്ടുണ്ട്. അവർ ആദ്യം ക്യാഷ് കൊടുത്തു, പിന്നെ അവരെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ട് ആ ഒരു ഇപ്പോൾ ഏത് ഏജൻസി ആണെങ്കിലും ആ ഒരു ഏജൻസി ഇപ്പോൾ ഇത്ര വർഷമാണെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മീൻസ് ആ ഏജൻസിൻ്റെ കുട്ടികളെ തന്നെ ചോദിച്ചിട്ട് ഇതൊക്കെ കണ്ടിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒന്നും അറിയാണ്ട് ഫസ്റ്റ് തന്നെ ക്യാഷ് ഇതാക്കിയുള്ള കാര്യമില്ല. ഇപ്പം അത് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ മെയിൻലി യൂറോപ്യൻ യൂണിയൻ മാത്രമാണ് ഫോക്കസ്. അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പോൾ ഞാൻ കാണുന്നത് ഉസ്ബെക്കിസ്ഥാനിലോട്ട് തന്നെ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴേക്കാണ് എന്തുകൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ നോക്കിക്കൂടെ. അങ്ങനെ ഇപ്പോൾ വന്ന് എല്ലാ യൂണിവേഴ്സിറ്റികളും കണ്ട് അവിടുത്തെ ഫാക്കൽറ്റീസും എല്ലാം മീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് അഡ്മിഷൻസ് നോക്കുന്നത്. അതും ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ്. കാരണം അങ്ങനെ നോക്കിയാലേ നമുക്ക് 1-to-1 ഇപ്പോൾ ഞാനും ഡോക്ടറാണ്, ഇപ്പോൾ എൻ്റെ പാർട്ട്ണറും ഡോക്ടറാണ്, ഞങ്ങൾക്ക് 1-to-1 ഗൈഡൻസ് ചെയ്യാൻ പറ്റണം. ലൈക്ക് അവർക്ക് ജോബ് കിട്ടണവരെ ഓരോ സ്റ്റുഡൻസിനും ചിലപ്പോൾ MBBS ഇവിടെ പഠിച്ചിട്ട് തിരിച്ച് FMG എഴുതി നാട്ടിൽ പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും. പക്ഷെ അത് മാത്രം എന്നുള്ള ലിമിറ്റേഷൻസ് പാടില്ല. കാരണം ഇപ്പോൾ ആമിന് പറഞ്ഞ പോലെ പുറത്തും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് എല്ലാവരും അറിയണം. FMG എന്ന് പറയുന്ന സാധനത്തിൽ മാത്രം വെയിറ്റ് ചെയ്യണതിൽ എന്നെ സംബന്ധിച്ചോളം അതൊരു നല്ല ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ട്. അതെ, എന്തോരം ഉണ്ട്. ഇപ്പോൾ ഒരു വേക്കൻസിക്ക് തന്നെ മിനിമം ഒരു വേക്കൻസി എവിടെയെങ്കിലും വന്നാൽ തന്നെ മിനിമം 100-300 പേരാണ് ആപ്ലിക്കേഷൻ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് ഇഷ്ടംപോലെ വേക്കൻസീസ് ഫ്രീ ആയിട്ട് കിടക്കണേ.